നമസ്കാരം. മെഷീൻ എംബ്രോയിഡറി സ്റ്റിച്ചസ് ട്യൂട്ടോറിയലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സാറ്റിൻ സ്റ്റിച്ചും ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചുമാണ്. എന്നാൽ ഈ രണ്ട് സ്റ്റിച്ചസും നമ്മൾ ഉഷയുടെ ജനോം സീരീസിൽപ്പെട്ട മെഷീൻ ഉപയോഗിച്ചും ഓർഡിനറി അതായത് ബേസിക് മെഷീൻ ഉപയോഗിച്ചും ചെയ്യുന്നുണ്ട്. നമുക്കത് നോക്കാം. ആദ്യം ഉഷ ജനോം ഉപയോഗിച്ച് സ്റ്റിച്ചസ് ചെയ്യാം. അതിനായിട്ടുള്ള സെറ്റിങ്സ് ആദ്യം നോക്കാം. നമ്മൾ പ്രഷർ ഫുട്ട് ഊരി വെച്ചിട്ടുണ്ട്. ഫീഡോഗ് താഴ്ത്തി വെച്ചിട്ടുണ്ട്. ലെങ്ത് 2 സെറ്റ് ചെയ്തു. സെലക്ടർ എയിലാണ് സിക്സാക് സ്റ്റിച്ച് കിട്ടുന്നത്. സിക്സാക് മാക്സിമത്തിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ നൂലിൻ്റെ ടെൻഷൻ 2ലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയുമാണ് സെറ്റിങ്സ് ഉള്ളത്. ഫ്രീ ഹാൻഡ് മോഷൻ എംബ്രോയിഡറിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. സിക്സാക് സ്റ്റിച്ച് സെലക്ട് ചെയ്ത് ഇതുപോലെ അടുപ്പിച്ച് സ്റ്റിച്ച് വരത്തക്ക രീതിയിൽ വളരെ പതുക്കെ ഹൂപ്പ് നമ്മൾ നീക്കി കൊടുത്ത് അടുത്തടുത്ത് സ്റ്റിച്ച് വരത്തക്ക രീതിയിൽ ചെയ്തെടുക്കണം. അങ്ങനെയാണ് സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ സ്റ്റിച്ച് സാധാരണ എംബ്രോയിഡറി ഫില്ല് ചെയ്യാനായിട്ട് കൂടുതലായിട്ട് എംബ്രോയിഡറി ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റിച്ചാണിത്. അടുത്ത സ്റ്റിച്ചാണ് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച്. ഇതിൻ്റെ സെറ്റിങ്സും സാറ്റിൻ സ്റ്റിച്ചിനുള്ള മെഷീൻ സെറ്റിങ്സ് തന്നെയാണ്. ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യത്തെ നിരയിൽ ഒരു സ്റ്റിച്ച് വരുമ്പോൾ അടുത്ത നിരയിലേക്ക് കയറ്റി അടുത്ത സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ ആകുമ്പോഴേ ഇത് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുള്ളൂ. ഈ മെഷീനിൽ നമ്മൾക്ക് വളരെ നീളത്തിന് ഈ സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇതൊരു ഇൻബിൽറ്റ് സ്റ്റിച്ചാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. സിക്സാക് സ്റ്റിച്ചാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇത് ലോങ് ആൻഡ് ഷോർട്ടായിട്ട് തോന്നത്തക്ക രീതിയിൽ നമ്മൾക്കത് ചെയ്തെടുക്കണം. എംബ്രോയിഡറി ഫില്ല് ചെയ്യാൻ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു സ്റ്റിച്ചാണ് ലോങ് ആൻഡ് ഷോർട്ട്. ഇനി സാറ്റിൻ സ്റ്റിച്ചും ലോങ് ആൻഡ് ഷോർട്ടും നമ്മൾ ഓർഡിനറി മെഷീൻ അല്ലെങ്കിൽ ബേസിക് മെഷീനിൽ ചെയ്യാൻ പോവുകയാണ്. അതിന് മെഷീൻ സെറ്റിങ്സ് ആദ്യം നോക്കാം. ഓർഡിനറി മെഷീനിൽ അല്ലെങ്കിൽ ബേസിക് മെഷീനിൽ എങ്ങനെയാണ് സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുള്ള സെറ്റിങ്സാണ്. ഓർഡിനറി മെഷീനിൽ എംബ്രോയിഡറി ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. നമ്മൾ പ്രഷർ ഫുട്ട് ഊരി വെച്ചിട്ടുണ്ട്. നൂലിൻ്റെ ടെൻഷൻ കുറച്ച് കൊടുക്കാൻ നമ്മൾക്കിങ്ങനെ കുറച്ച് ലൂസാക്കി കൊടുക്കണം. കാരണം ഇതിൻ്റെ ത്രെഡ് വളരെ തിന്നായതുകൊണ്ട് വല്ലാതെ ടെൻഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നൂല് പൊട്ടിപ്പോകും. അതുകൊണ്ട് നമ്മളിത് ലൂസാക്കിയിട്ട് ടെൻഷൻ കുറച്ച് കൊടുക്കണം. പിന്നെ ഇത് നമുക്ക് സെൻറ്ററിലോട്ട് വെക്കാം. സെൻറ്ററിൽ വെച്ചിട്ടുണ്ട്. ഫീഡോഗ് അനങ്ങാതെ ഇരിക്കും. ഇതിങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മൂവ് ചെയ്യാതെ ഫീഡോഗ് ഇങ്ങനെ ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് സെൻറ്ററിലോട്ടാക്കി വെക്കുന്നത്. പിന്നെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ബോബൻ കേസിൻ്റെ ത്രെഡിൻ്റെ ടെൻഷൻ കുറച്ച് കൊടുക്കണം. എന്നാൽ ഇത് തിന്നായിട്ടുള്ള നൂലായതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരാറില്ല. അല്ലാതെ തന്നെ നൂല് നന്നായിട്ട് വന്നോളൂ. ഇത്രയേ ഉള്ളൂ സെറ്റിങ്സ്. ഓർഡിനറി മെഷീനിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും റണ്ണിങ് സ്റ്റിച്ചിൽ ഇതിൻ്റെ ബേസ് ഒന്ന് തയ്ച്ചതിന് ശേഷം ചെയ്യണം. എന്നാലാണ് സ്റ്റിച്ച് വളരെ കുറച്ച് വൃത്തിയായിട്ട് നമുക്ക് തയ്ച്ച് പോകാൻ സാധിക്കുകയുള്ളൂ. തുണിയിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് ചുരുങ്ങി പോകാനും ഒക്കെ സാധ്യതയുള്ളതുകൊണ്ട് ആദ്യം റണ്ണിങ് സ്റ്റിച്ച് 1-2 തവണ റണ്ണിങ് സ്റ്റിച്ച് ഓടിച്ചതിന് ശേഷം ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഒരു 2 പാരലൽ ലൈനുകൾ വരച്ചിട്ടുണ്ട്.
അതിൽ മുകളിലത്തെ പാരലലിലും താഴത്തെ പാരലൽ ലൈനിലേക്കും എത്തത്തക്ക രീതിയിൽ ഹൂപ്പ് നമ്മളുടെ കൈകൊണ്ട് കൃത്യമായ അകലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി ആണ് ഈ സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുക്കുന്നത്. സ്റ്റിച്ചുകൾ അടുപ്പിച്ച് വരത്തക്ക രീതിയിൽ ചെയ്തെടുത്താലേ ഭംഗി ഉണ്ടാവുകയുള്ളൂ. കുറച്ച് നമ്മൾ ട്രെയിൻ ചെയ്താൽ മാത്രമേ ഈ സ്റ്റിച്ച് നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ മെഷീനിൽ നമ്മൾ പുതിയ സൂചി തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം, പുതിയ നൂല് ഉപയോഗിക്കണം. നൂല് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്, പക്ഷേ അത് കാര്യമാക്കേണ്ട കാര്യമില്ല. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒത്തിരി പ്രാവശ്യം നൂല് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പുതിയ നൂലല്ലെങ്കിൽ തീർച്ചയായിട്ടും പൊട്ടിപ്പോകും. അതുകൊണ്ട് കുറച്ച് ക്ഷമയോടെ ചെയ്യുകയാണെങ്കിൽ വളരെ ഭംഗിയുള്ള എംബ്രോയിഡറി നമ്മൾക്ക് ഈ മെഷീനിൽ അടുത്ത സ്റ്റിച്ച് ലോങ് ആൻഡ് ഷോർട്ട്. സെറ്റിങ്സ് ആദ്യത്തെ തന്നെയാണ്. ഇതുപോലെ ഒരു സ്റ്റിച്ച് താഴെ ഒരു ലെയറിൽ വരത്തക്ക രീതിയിലും അടുത്ത സ്റ്റിച്ച് വലിയ സ്റ്റിച്ചായിട്ട് കയറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതാണ് ലോങ് ആൻഡ് ഷോർട്ട്. ഈ മെഷീനിൽ അത് ചെയ്തെടുക്കുന്ന എളുപ്പമാണ്. ഉഷ എക്സിക്സാഗ് മെഷീനിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ലോങ് ആൻഡ് ഷോർട്ട് ഓർഡിനറി മെഷീനിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇത് എംബ്രോയിഡറി ഫില്ല് ചെയ്യാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റിച്ചാണ്. വളരെ ഈ സ്റ്റിച്ചസ് ചെയ്ത് കാണിക്കുമ്പോൾ തന്നെ ഒത്തിരി സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എംബ്രോയിഡറി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർപ്പിക്കുന്നു. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ മറുപടി നൽകുന്നതാണ്. കമൻറ്റ് ചെയ്യാനും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായിട്ടും പ്രോത്സാഹജനകമാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കടന്നു വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ കണ്ടതിന് തീർച്ചയായിട്ടും നന്ദി. നമസ്കാരം.